അസ്സലാമലൈക്കും. ഞാനിന്ന് കാണിക്കുന്നത് ഇറച്ചിക്കറിക്കും മുട്ടക്കറിക്കെല്ലാം വറുത്ത് പൊടിച്ച് ഇടാൻ പറ്റിയ ഒരു മസാലപ്പൊടിൻ്റെ റെസിപ്പിയാണ്. ആ പൊടി വെച്ചിട്ട് ഒരു ബീഫ് വരട്ടും കൂടി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് അരിയിട്ട് വറുത്ത് മാറ്റി വെക്കുക. ശേഷം മല്ലി ഇടുക. കൂടെ തന്നെ കടല, വലിയ ജീരകം, ചെറിയ ജീരകം. ഞാൻ ഒന്നിൻ്റെ അളവൊന്നും പറയുന്നില്ലേ, ഞാൻ ഇടുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ മാറ്റി വെച്ച അരിയും കൂടെ ചേർക്കുക. കുറച്ച് മഞ്ഞൾ പൊടിച്ചിട്ട് ചേർക്കുക. വറ്റൽ മുളക്, ബിരിയാണി ലീഫ് ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുക. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉലുവ ഇടുക. നല്ലോണം മിക്സ് ചെയ്യണേ. അടിക്ക് പിടിച്ചോ, അവിടെ കരിയാതെ നോക്കണേ. ശേഷം ഉഴുന്നിട്ട് കൊടുക്കുക. കൂടെ തന്നെ ബിരിയാണി ചപ്പും കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് കൂടുതലിട്ടോ, കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും മസാലപ്പൊടിക്ക്. എല്ലാം കൂടി നല്ലോണം വറുത്ത് ചൂട് ആറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. എനിക്കിപ്പോൾ 3 പ്രാവശ്യം പൊടിച്ചെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സാധാ മസാല പൊടിയല്ല കേട്ടോ. ഉണ്ടാക്കി കഴിച്ച് നോക്ക്, സമയം വേസ്റ്റ് ആവില്ല, ഞാൻ ഉറപ്പ് തരാം. ഈ പൊടിൻ്റെ ചൂട് ആറിയതിന് ശേഷം മാത്രം ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് കേടാകാതെ തീരുന്നവരെ ഉപയോഗിക്കാം. നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള കറികൾ പെട്ടെന്ന് ആക്കിയെടുക്കാം. വേറൊരു മസാലപ്പൊടിൻ്റെ ആവശ്യമില്ല. ഇറച്ചിക്കറി വെക്കുമ്പോഴായാലും മുട്ടക്കറി വെക്കുമ്പോഴായാലും ഇത് മാത്രം മതി. ഇനി നമുക്ക് ബീഫ് വരട്ടിൻ്റെ റെസിപ്പി കണ്ടുനോക്കാം. ഞാനിപ്പോൾ 3 പേർക്കുള്ളതാണ് ആക്കുന്നത്. ഇവിടെ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ബീഫ് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് തട്ടിക്കൊടുക്കുക. കൂടെ തന്നെ ഇച്ചിരി വെള്ളവും ചേർക്കണേ. ഞാനങ്ങനെ മില്ലി കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാറില്ല. ഇങ്ങനെ മല്ലിക്കൂട്ട് വീട്ടിൽ നിന്ന് തന്നെ വറുത്ത് പൊടിച്ച് ഒരു ബോട്ടിൽ ഇട്ട് വെക്കാറാണ് പതിവ്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. അത് മെൽറ്റായതിന് ശേഷം 2 വലിയ ഉള്ളി, 3-4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വലിയ തക്കാളി, ആവശ്യത്തിന് ഉപ്പും കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നല്ലോണം മിക്സ് ആയതിന് ശേഷം ഒരടപ്പ് വെച്ച് കൊടുക്കുക. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ബിരിയാണി ചപ്പും ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി മസാല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് തട്ടിക്കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് വെള്ളവും പാർന്നു കൊടുക്കുക. 2 സ്പൂണ് കട്ടത്തൈരും കൂടെ ചേർത്ത് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. മസാല ഉണ്ടാക്കിയ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈയിട്ട് വെറുതെ വെള്ളം കളയണ്ട, സമയം വേസ്റ്റ് ആകണ്ട. അത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാലക്കൂട്ടില്ലേ, അതിന്ന് കുറച്ച് തട്ടിക്കൊടുക്കുക. ശേഷം ഈ അടിച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പം ചേർത്ത വെള്ളപ്പൊടിയില്ലേ, അത് ഞാൻ വെളുത്തുള്ളി വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് ഇങ്ങനെ കറികൾക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. കൂടെ തന്നെ മസാലപ്പൊടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ബിരിയാണി ചപ്പും ചേർത്തിയാൽ നമ്മളെ സ്വാദിഷ്ടമായ ബീഫ് വരട്ട് റെഡിയായി. അങ്ങനെ അത്താഴത്തിനേക്കാണ് ഇതിപ്പം ഞാൻ എടുക്കുന്നുള്ളത്. വെളുത്തുള്ളിപ്പൊടിൻ്റെ വീഡിയോ ചെയ്യാവേ, പോയിട്ട് കണ്ടോക്കണേ. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ്